Gurudevan TV, the true spiritual channel of Bharat. ഗുരുദേവൻ ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ അതിപ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പള്ളി. 14 നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രവും. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ രക്തസാക്ഷിത്വം വരിച്ച് വളരെ വർഷങ്ങൾക്കു ശേഷമാണ് ഇടപ്പള്ളി പള്ളി സ്ഥാപിതമായത്. ഇന്നത്തെ രീതിക്ക് വിപരീതമായി കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്ന രീതിയിലാണ് പഴയ പള്ളിയുടെ മദ്ബഹ. AD 592 ഈ പള്ളി സ്ഥാപിതമായതെന്നാണ് വിശ്വാസം. ഇപ്പോൾ ഉള്ളത് രണ്ടാമത് നിർമ്മിച്ച പള്ളിയും ഉദയംപേരൂർ സുന്നഹദോസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നിലവിലുള്ള പള്ളിയുടെ വശത്തുള്ള അൾത്താരയിലാണ് വിശുദ്ധന്റെ തിരുരൂപം സ്ഥിതി ചെയ്യുന്നത്. ഏപ്രിൽ 25 കൊടികേറി മെയ് 3, 4 തീയതികളിൽ പ്രധാന തിരുനാളും 10, 11 തീയതികളിൽ 8ാം തിരുനാളും ആഘോഷിക്കുന്നു. പറവൂർ കോട്ടക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള സ്ഥലമായത് കൊണ്ടാണ് ഇടപ്പള്ളി എന്ന നാമധേയം ഉണ്ടായത്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ സെന്റ് ജോർജ് ദേവാലയമായാണ് അറിയപ്പെടുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ കന്യാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് ഈ പള്ളി. 1080 വിപുലീകരിച്ച് നിരവധി നവീകരണങ്ങൾക്ക് ശേഷം ഗീവർഗീസ് പുണ്യാളന്റെ രൂപം പ്രധാനമായി മാറിയിരിക്കുന്നു. തോമസ് അപ്പലോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണിത്. സെന്റ് ജോർജ് ഫൊറാനൻ പള്ളി പ്രാദേശികമായി ഇടപ്പള്ളി പള്ളി എന്നും അറിയപ്പെടുന്നു. അൾത്താരയോട് ചേർന്ന കന്യകയുടെ ശില്പവും ചിത്രവും മാലാഖമാരുടെ ശില്പങ്ങളും അൾത്താരയുടെ പിന്നിലെ സ്വർഗത്തിന്റെ ചിത്രവും വ്യാളിയെ കുന്തം കൊണ്ട് കുതിരപ്പുറത്ത് കുത്തുന്ന സെന്റ് ജോർജിന്റെ പ്രതിമയും ഇവിടത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഷ്ഠകളാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പ്രധാന പെരുന്നാൾ. ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഇത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ള പരിപാടിയായിട്ടാണ് കരുതപ്പെടുന്നത്. ഇടപ്പള്ളി പള്ളിയിലെ കിണറ്റിലെ വെള്ളത്തിന് അത്ഭുത സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. രോഗശാന്തി, പാമ്പ് കടിയിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയ്ക്കായി ഭക്തർ ഈ വെള്ളം കുടിക്കുകയും തലയിൽ ഒഴിക്കുകയും വീട്ടുകളിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ വെള്ളം കൂടാതെ പള്ളിയിലെ മണ്ണും ഭക്തർ വീട്ടിൽ കൊണ്ടുപോയി തളിക്കാറുണ്ട്. ഇത് തിന്മയെ അകറ്റാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നു. ഇത് വളരെ ആത്മീയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇടപ്പള്ളി പള്ളിക്ക് 14ാം നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ഈ കിണർ നൂറ്റാണ്ടുകളായി ഭക്തരെ ആകർഷിക്കുന്നു. വർഷം മുഴുവനും കിണറ്റിൽ ജലനിരപ്പ് ഒരേ നിലയിൽ നിൽക്കുന്നു. ഇതൊരു പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു. ഏപ്രിൽ നടക്കുന്ന കോഴി നേർച്ച ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ, സ്വർണം, കോഴിമുട്ട തുടങ്ങിയ നേർച്ചകൾ ഇതെല്ലാ മതവിഭാഗക്കാർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാടായാണ് കരുതുന്നത്. ഇവിടുത്തെ കോഴി നേർച്ച വളരെ പ്രസിദ്ധമാണ്. എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാകാൻ കോഴിയെ പള്ളിയിലേക്ക് നേർച്ച നൽകുന്ന ഭക്തർ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഈ വിശിഷ്ടമായ നേർച്ച നടത്തുന്നതായി കാണുന്നത്. ഇവിടുത്തെ വാസ്തുവിദ്യ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് തടിയിൽ നിർമ്മിച്ച അൾത്താരയും വളരെ പൗരാണികമായ ഒക്ടാഗണൽ എന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങളും ഇവിടുത്തെ പ്രാധാന്യമേറിയ ഒന്നാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും ഈ പള്ളിയിൽ പ്രവേശനമുണ്ട്. ഇവിടെ എപ്പോഴും വലിയ ആൾത്തിരക്കുമാണ്. ഗുരുദേവൻ ടിവിക്ക് വേണ്ടി തയ്യാറാക്കിയത് ന്യൂസ് എഡിറ്റർ ടിജി കല്ലിങ്കൽ.